ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് ഫോണായ സാംസങ് ഗാലക്സി J7 പ്രൈം ആണ്. സോ ജെ സീരീസ് കഴിഞ്ഞ വർഷമാണ് സാംസങ് ഫസ്റ്റ് അനൗൺസ് ചെയ്തത്. J5ഉം J7ഉം ഉണ്ടായിരുന്നു. പിന്നീട് ഈ വർഷം മെയ്യിൽ J5ഉം J7ന്റെയും 2016 വേരിയന്റ്, അതായത് 2016 വേർഷൻ സാംസങ് റിലീസ് ചെയ്യുകയുണ്ടായി. പിന്നീട് ഇപ്പോൾ സാംസങ് J7 പ്രൈം വേർഷൻ ഇറക്കിയിട്ടുണ്ട്. അതായത് J7 2016ന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഇതിലെ സ്പെക്സും J7 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ മെച്ചമായ സ്പെക്സ് ആണ്. ഇതിൽ എടുത്തു പറയാവുന്ന 2-3 കാര്യങ്ങൾ. ഇതിൽ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. J സീരീസിൽ ഫസ്റ്റ് ടൈമാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത്. പിന്നെ ഇതിൽ ഫുൾ HD ഡിസ്പ്ലേ വരുന്നുണ്ട്. അതായത് 1080p എന്ന് പറയുന്ന ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. J7ലാണെങ്കിൽ വെറും HD ഡിസ്പ്ലേ ആയിരുന്നു. അപ്പോൾ അത് 1-2 അപ്ഗ്രേഡ്സ് എല്ലാം J7 പ്രൈമിലുണ്ട്. J7 2016 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് J7 പ്രൈം. ഇതിന്റെ വില എന്ന് പറഞ്ഞത് 18,500 അപ്രോക്സിമേറ്റ് പ്രൈസിങ്. ഇത് റീറ്റെയിൽ സ്റ്റോഴ്സിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ പ്രൈസിങ് കുറച്ചെല്ലാം വേരി ചെയ്യാം. 18,500 മുതൽ 19,000 വരെ പ്രൈസിങ് വരാം. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സ്റ്റോറിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. 18,500 ഒരു ബെസ്റ്റ് ബൈ പ്രൈസ് എന്ന് പറയുന്നത്. അതിൽ കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ല പ്രൈസിങ് ആയിരിക്കും. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി J7 പ്രൈം. ഇത് 4G LTE കേപ്പബിൾ ഫോണാണ്. ഇത് വോൾട്ടേജും സപ്പോർട്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് റിലയൻസ് ജിയോ സിം കാർഡ് വെച്ച് കോളും ചെയ്യാം, ഡേറ്റയും യൂസ് ചെയ്യാം. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇത് മേക്ക് ഫോർ ഇന്ത്യ ഫോണാണ്. പിന്നെ ഇതിൽ എസ് ബൈക്ക് മോഡ് ഉണ്ട്. എസ് ബൈക്ക് മോഡ് നമ്മൾ പഴയ ഫോണിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എസ് ബൈക്ക് മോഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മോഡാണ്. അത് നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യണമെങ്കിലും എല്ലാം എസ് ബൈക്ക് മോഡ് എന്നുള്ള മോഡ് ആക്ടിവേറ്റ് ചെയ്താൽ ഇൻകമിങ് കോൾസ് ഒന്നും വരത്തില്ല. അപ്പോൾ വിളിക്കുന്ന ആൾക്കൊരു മെസ്സേജ് വരും. അതായത് ഈ വിളിച്ച ആൾ കാർ ഡ്രൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുകയാണെന്നുള്ള മെസ്സേജ് വരും. പിന്നെ കോൾ കണക്ട് ചെയ്യാം. അത് എസ് ബൈക്ക് മോഡ് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതാണ്. പിന്നെ ഇതിലുള്ളത് 13 മെഗാ പിക്സൽ റിയർ ക്യാമറയും 8 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. പിന്നെ 3300 mAh ബാറ്ററിയാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയാണ് സാംസങ് പറയുന്നത്. പിന്നെ 64 ബിറ്റ് ഒക്ട കോർ പ്രോസസ്സറാണ്. അത് 8 കോർ പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 5.5 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ, 5.5 ഇഞ്ച് ഫുൾ HD TFT പാനലാണ്. ഇത് IPS LCD അല്ല, TFT പാനലാണ്. പിന്നെ 16 GB ഇന്റേണൽ മെമ്മറി വരുന്നുണ്ട്. ഡ്യുവൽ സിം കാർഡും മൈക്രോ SD കാർഡും സപ്പോർട്ട് ചെയ്യും. 256 GB വരെ മൈക്രോ SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയാവുന്നത്. ഇത് ആൻഡ്രോയിഡ് 6.0 മാർഷ്മെല്ലോ ആണ് ഇതിൽ റൺ ചെയ്യുന്ന OS. അതിന്റെ മുകളിൽ സാംസങ്ങിന്റെ കസ്റ്റമൈസ്ഡ് ടച്ച് വിസ് UI എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറും ലഭ്യമാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ 18,500 ബെസ്റ്റ് ബൈ പ്രൈസ്. പിന്നെ ഇത് ഇന്ത്യൻ സിം കാർഡ് വെച്ച് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന ഫോണിന് ഇന്ത്യൻ സിം കാർഡ് വെച്ച് തന്നെ ആക്ടിവേറ്റ് ചെയ്യണം. പിന്നീട് ഏത് സിം കാർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് തുറന്ന് തന്നെ ഹാൻഡ്സെറ്റ് ഒന്ന് കാണാം. അത് കഴിഞ്ഞ് ഹാൻഡ്സെറ്റിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് സാംസങ് ഗാലക്സി J7 പ്രൈം ആണ്. ഇതാണ് ഡിവൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗോൾഡ് വേർഷനാണ് ഉള്ളത്. ഇത് ഗോൾഡും ബ്ലാക്ക് വേരിയന്റും വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഗോൾഡ് വേർഷനാണ് വരുന്നത്. ഇതിന്റെ ഡിസൈൻ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇത് സാംസങ്ങിന്റെ ഒരു മെറ്റാലിക് കൺസ്ട്രക്ഷൻ ആണ് ഇതിൽ വരുന്നത്. അതായത് ഇത് പ്ലാസ്റ്റിക് ഫിനിഷിങ്ങേ ഇല്ല. ഇതൊരു യൂണിബോഡി ഡിസൈൻ ആണ്. അത് വെച്ചാൽ ഇതിന്റെ ബാക്ക് പാനലൊന്നും റിമൂവബിൾ അല്ല, ബാറ്ററി റിമൂവബിൾ അല്ല. ഇതെല്ലാം സീൽഡ് ആണ്. അപ്പൊ നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യൂണിബോഡി ഡിസൈൻ കാരണം നല്ല സ്റ്റേഡി ബിൽഡാണ്, നല്ല ഉറപ്പായ ബിൽഡാണ്. പക്ഷെ അതുകൂടാതെ ഇത് നല്ല വെയിറ്റും ഉണ്ട്. ഡിവൈസ് J7 2016 ആയിട്ട് കമ്പയർ ചെയ്താൽ കുറച്ചധികം വെയിറ്റ് ഉള്ള ഡിവൈസാണ്. പിന്നെ ഡിസൈൻ ആസ്പെക്ട്സ് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ക്യാമറ യൂണിറ്റ് കുറച്ചും കൂടി ചെറുതാണ്. സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ J7 2016 ആയിട്ട്. പിന്നെ ഒരു ഫ്ലാഷ് ഉണ്ട്. ഇവിടെ സ്പീക്കറിന്റെ പ്ലേസ്മെന്റും കുറച്ച് ഡിഫറെന്റ് ആണ്. സ്പീക്കർ വെച്ചിരിക്കുന്നത് സൈഡ് പാനലിലാണ്, താഴത്തെ പാനലല്ല. പിന്നെ ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. ഇവിടെ വോളിയം കീസും ഉണ്ട്. പിന്നെ സിം ട്രേ ഇവിടെ ഇരിക്കുന്നത്, മൈക്രോ SD കാർഡും ഇതിനകത്തായിരിക്കുന്നത്. സിം ട്രേ എന്ന് പറഞ്ഞാൽ റിമൂവബിൾ സിം ട്രേ ആണ്. ഒരു പിൻ വെച്ച് ട്രേ റിമൂവ് ചെയ്തിട്ടാണ് സിം കാർഡ് ഇടുന്നത്. പിന്നെ ഇത് ഹോം ബട്ടണും ഫിംഗർ പ്രിന്റ് സ്കാനറും കൂടെ ഇന്റഗ്രേറ്റഡ് ആണ്. പിന്നെ ബാക്ക് ബട്ടണും മൾട്ടി ടാസ്കിംഗ് ബട്ടണും ആണ് ഉള്ളത്. ഇതിൽ ഫ്രണ്ട് ഫേസിംഗ് 8 മെഗാ പിക്സൽ ക്യാമറയുണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയിൽ 2.5D കേർവ്ഡ് ഗോറില്ല ഗ്ലാസ് ആണ്. അപ്പൊ അതൊരു ഗ്ലാസിന്റെ എഡ്ജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു കേർവേച്ചർ ഉണ്ട്. അതാണ് കേർവ്ഡ് ഗോറില്ല ഗ്ലാസ് എന്ന് പറഞ്ഞത്. പിന്നെ ഇതിന് ഗോറില്ല ഗ്ലാസ് 4 പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് സ്ക്രാച്ചസ് ഒന്നും വളരെ എളുപ്പത്തിൽ വീഴുന്നതല്ല. ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ അവൈലബിൾ ആണ്.
പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ഇയർഫോൺ. ഇത് സ്റ്റാൻഡേർഡ് ഇയർഫോൺസ് ആണ്, ഭയങ്കര ഹൈ ക്വാളിറ്റി ഇയർഫോൺസ് ഒന്നല്ല, സ്റ്റാൻഡേർഡ് ആയി വരുന്ന ഇയർഫോൺസ് ആണ്. പിന്നെ ഇതിൽ വരുന്നത് USB അഡാപ്റ്ററാണ്, ചാർജിങ് കേബിളാണ്. പിന്നെ ട്രാവൽ അഡാപ്റ്ററും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല, എന്നാൽ പോലും സ്റ്റാൻഡേർഡ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തത്. നമുക്ക് ഫോണിന്റെ ഇന്റർഫേസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി J7 പ്രൈമിന്റെ ഇന്റർഫേസ്. ഇതിൽ റൺ ചെയ്യുന്ന മാർഷ്മെല്ലോ ആണ്. നോട്ടിഫിക്കേഷൻ പാനൽ നോക്കി അറിയാം, നിങ്ങൾക്ക് അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ലഭ്യമാണ്. പവർ സേവിംഗ് മോഡ് ഉണ്ട്, അൾട്രാ പവർ സേവിംഗ് മോഡ് ഉണ്ട്, അൾട്രാ ഡേറ്റ സേവിംഗ് മോഡ് ഉണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബൈക്ക് മോഡ് ഉണ്ട്. പിന്നെ ബാക്കി നമ്മൾ ടോർച്ച് എന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ സെറ്റിംഗ്സ് പാനൽ എടുത്ത് നോക്കിയാൽ ഇതിൽ കുറെ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. സ്മാർട്ട് മാനേജർ എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ബാറ്ററി, സ്റ്റോറേജ്, റാം ഇതെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ വരുന്നത് കുറെ ജസ്റ്റേഴ്സ് സപ്പോർട്ടഡ് ആണ്. വൺ ഹാൻഡഡ് ഓപ്പറേഷൻ, അതായത് സ്ക്രീൻ സൈസ് കുറച്ചും കൂടെ ചെറുതാക്കുന്ന ഒരു ഫീച്ചറാണ് ഇത്. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ 3 times ഹോം കീ പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീൻ സൈസ് ചെറുതായി പോകുന്നതാണ്. അപ്പോൾ നമുക്കിത് സ്ക്രീൻ സൈസ് വലുതാക്കുകയും ചെയ്യാം, ചെറിയ സ്ക്രീൻ സൈസായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ വലിയ സ്ക്രീനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻ സൈസ് കുറച്ചിട്ട് നമുക്ക് അങ്ങനെയും ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഈ വൺ ഹാൻഡഡ് UIന്റെ പ്രത്യേകത. പിന്നെ ഇതിൽ സം ജസ്റ്റേഴ്സും സപ്പോർട്ടഡ് ആണ്. ക്വിക്ക് ലോഞ്ച്, ക്യാമറ, സ്മാർട്ട് അലേർട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ജസ്റ്റേഴ്സും സപ്പോർട്ടഡ് ആണ്. പിന്നെ ഈസി മോഡ് ഉണ്ട്, അതായത് സ്റ്റാൻഡേർഡ് മോഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈസി മോഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയതായ ഐക്കൺസും വളരെ കുറച്ച് ഐക്കൺസും മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഈ UI വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി മോഡിലേക്ക് പോകാവുന്നതാണ്. ഈസി മോഡിൽ ഐക്കൺസ് എല്ലാം കുറച്ചും കൂടി വലിയ സൈസ് ആയിരിക്കും. എല്ലാ ഫീച്ചേഴ്സും ഒന്നും അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. പിന്നെ ഇതിൽ തീം സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ഇതിനൊരു അക്കൗണ്ട് ഉണ്ടാക്കി വൈഫൈയിലേക്ക് അല്ലെങ്കിൽ ഡേറ്റ കണക്ട് ചെയ്ത് കുറെ തീംസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാം, കസ്റ്റമൈസേഷൻ ചെയ്യാം. സാംസങ്ങിന്റെ ഒരു ഫ്രീ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഇതിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 16 GB ആണ് വരുന്നത്, 16 GB. അതിൽ ഓൾമോസ്റ്റ് 10.5 GB ആണ് അവൈലബിൾ സ്റ്റോറേജ്, ബാക്കിയെല്ലാം സിസ്റ്റം സ്റ്റോറേജ് ആണ്. പിന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, മൈക്രോ SD കാർഡ് സപ്പോർട്ട് ഉണ്ട്. 256 GB വരെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർഷ്മെല്ലോ ആണ് ഇതിൽ വരുന്ന വേർഷൻ. ആൻഡ്രോയിഡ് 6.0.1 ആണ് ഇതിൽ വേർഷൻ, ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അപ്പോൾ പിന്നെ അതിൽ നിങ്ങൾ ബാക്കി ലേറ്റസ്റ്റ് വേർഷന്റെ അപ്ഡേറ്റ് വരുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ ഇതിൽ പവർ സേവിംഗ് മോഡ്, അൾട്രാ പവർ സേവിംഗ് മോഡ് എല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 3300 mAh ആണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി. ബാറ്ററി അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ദിവസം തീർച്ചയായും നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഒരു മോഡറേറ്റ് യൂസേജ് ആണെങ്കിൽ ഒരു 1.25 ദിവസമൊക്കെ ഈ ബാറ്ററിയിൽ കിട്ടാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ക്യാമറ നോക്കാം. ഇതൊരു 13 മെഗാപിക്സൽ ക്യാമറയാണ് ഇതിന്റെ റിയർ പാനലിലുള്ളത്. ഒരു LED ഫ്ലാഷും ഉണ്ട്. പിന്നെ വരുന്നത് ഒരു 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. മോഡ്സ് എല്ലാം ഒരുപാട് മോഡ്സ് അവൈലബിൾ ആണ്. പ്രോ മോഡ് ഉണ്ട്, അതായത് മാനുവൽ അഡ്ജസ്റ്റിംഗ് ചെയ്യുക, ISO, വൈറ്റ് ബാലൻസ്, പിന്നെ പനോറമ, കണ്ടിന്യൂസ് ഷോട്ട്, റിച്ച് ടോൺ HDR, നൈറ്റ് മോഡ്, സ്പോർട്സ് മോഡ്, സൗണ്ട് ആൻഡ് ഷോട്ട് മോഡ്, അങ്ങനെ കുറെ മോഡ്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ക്യാമറ പെർഫോമൻസ് പറഞ്ഞാൽ ഒരു ഭേദപ്പെട്ട ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. വളരെ നല്ല ക്യാമറ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ക്യാമറ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിലും ബെറ്റർ ആയ ക്യാമറാസ് ഈ പ്രൈസ് പോയിന്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു ആവറേജ് പെർഫോമിംഗ് ക്യാമറ എന്ന് പറയാം, ബെസ്റ്റ് ക്യാമറ എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിൽ 8 മെഗാപിക്സലാണ്, സോഷ്യൽ ഷെയർസിനെല്ലാം പറ്റിയ ഒരു സെൽഫി ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിന്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ലൊരു ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഫിംഗർ പ്രിന്റ് സ്കാനർ ഇങ്ങനെ ഫോൺ ലോക്ക് ചെയ്താൽ ജസ്റ്റ് നമ്മൾ ഫിംഗർ പ്രിന്റ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിന്റെ മുകളിൽ വെച്ചാൽ മതി, നമ്മൾ അൺലോക്ക് ആയി വരും. പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതിന് മുകളിൽ കൈവച്ചാൽ അൺലോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഫിംഗർ പ്രിന്റ് സ്കാനർ കോൺഫിഗർ ചെയ്യുന്നത് നമ്മൾ സെറ്റിംഗ്സ് പോയി അതിനകത്ത് ഫിംഗർ പ്രിന്റ് സ്കാനർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ പോയി നമ്മുടെ ഫിംഗർ പ്രിന്റ് എൻറോൾ ചെയ്യണം. ഫസ്റ്റ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിംഗർ പ്രിന്റ്സ് എൻറോൾ ചെയ്യുമ്പോൾ നമ്മളൊരു അഡീഷണൽ സേഫ്റ്റി മെഷറായ ഒരു പിന്നോ പാറ്റേണോ വെക്കേണ്ടി വരും. അതായത് ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്തില്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റ് മെക്കാനിസമായ പിന്നോ പാസ്വേഡോ നമ്മൾ സെറ്റ് ചെയ്യണതാണ്. അപ്പോൾ ഫിംഗർ പ്രിന്റ്സ് ഇവിടുന്ന് മാനേജ് ചെയ്യാവുന്നതാണ്. മൾട്ടിപ്പിൾ ഫിംഗർ പ്രിന്റ്സ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിന്റെ മുകളിൽ കൈവച്ച് കഴിഞ്ഞാൽ ഫോൺ അൺലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഫിംഗർ പ്രിന്റിന്റെ പ്രത്യേകത. അപ്പോൾ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ വരുന്ന വളരെ കുറച്ച് സാംസങ് ഫോൺസേ ഉള്ളൂ, 20,000 താഴെ. അതിലൊന്നാണ് സാംസങ് ഗാലക്സി J7 പ്രൈം. പിന്നെ ഇതിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ആപ്സ് എല്ലാം വരുന്നുണ്ട്. ഹെൽത്ത്, ഗാലക്സി ആപ്സ് എല്ലാം വരുന്നുണ്ട്, വോയിസ് റെക്കോർഡർ ഉണ്ട്. പിന്നെ ഇതിൽ ഇല്ലാത്ത 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സെൻസേഴ്സ് ഇല്ല. അതായത്
ആംബിയൻ ലൈറ്റ് സെൻസർ ഇല്ല. അപ്പോൾ നമ്മൾ അവൈലബിൾ ലൈറ്റിന് എഗെയിൻസ്റ്റ് ഡിസ്പ്ലേ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ മാനുവലി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്. അപ്പോൾ നമ്മൾ പുറത്തു വേണമെങ്കിൽ ഔട്ട്ഡോർസ് മോഡ് ഇട്ടിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിൽ മാഗ്നറ്റിക് കോമ്പസോ ഗൈറോസ്കോപ്പോ അങ്ങനത്തെ സെൻസേഴ്സ് ഒക്കെ വളരെ കുറവാണ്. ആകെ ഉള്ളത് പ്രോക്സിമിറ്റി സെൻസർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ സവിശേഷത. അപ്പോൾ ഇത് നമ്മളൊരു അൺബോക്സിങ്ങും ഒരു ക്വിക്ക് ഓവർവ്യൂ ആണ് നമ്മൾ ഇതിന്റെ പറഞ്ഞത്. അപ്പോൾ ഇതിന് 18,500 ഇതിന്റെ പ്രൈസിങ്. ഈ പ്രൈസിന് ആക്ച്വലി ഇതൊരു ഭയങ്കര വാല്യൂ ഫോർ മണി എന്ന് പറയാവുന്ന ഡിവൈസ് അല്ല. കാരണം ഇതിലും ബെറ്റർ ആയ ഡിവൈസാണ് ഷോമി റെഡ്മി നോട്ട് 3, ലെനോവോന്റെ വൈബ് K5 നോട്ട് ഉണ്ട്, മോട്ടോ G4 Plus ഉണ്ട്. ഇതെല്ലാം ഈ ഫോണിനേക്കാളും ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിലും ബെറ്റർ ആണ്. ബട്ട് നിങ്ങളൊരു സാംസങ് ഫോണാണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും ഒരു നല്ല ഫോണാണെന്ന് പറയാം. ബട്ട് 18,500 ഇതൊരു വാല്യൂ ഫോർ മണി ഡിവൈസ് അല്ല. കാരണം ഇതിലെ സ്പെക്ക് അത്രയ്ക്ക് ഒരു മെച്ചപ്പെട്ട സ്പെക്കാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ റൺ ചെയ്യുന്നത് ഒരു ഒക്ടാകോർ എക്സിനോസ് ചിപ്പ് സെറ്റാണ്. 7870 എന്ന് പറഞ്ഞാൽ ഒക്ടാകോർ ചിപ്പ് സെറ്റാണ്. 8 കോഴ്സ് ഉണ്ട്. ഇതിന് 3 GB റാം ഉണ്ട്, 3 GB റാം ഉണ്ട്. പെർഫോമൻസ് എല്ലാം അത്യാവശ്യം ഭേദപ്പെട്ട പെർഫോമൻസ് ആണ്. ഡേ ടു ഡേ ടാസ്കിൽ നമുക്ക് വലിയ ലാഗോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല, ഹീറ്റ് ആവത്തില്ല, ചൂടാവുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. പക്ഷേ ഇതിന്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഗെയിം നമ്മൾ ഹെവി ഗ്രാഫിക് ഉള്ള ഗെയിംസ് എല്ലാം കളിക്കുകയാണെങ്കിൽ ഇത് ലാഗ് ചെയ്യും. അത് ഗെയിമിങ്ങിന് പറ്റിയൊരു ഡിവൈസ് അല്ല. കാരണം ഇതിന്റെ ഒപ്റ്റിമൈസേഷൻ നല്ലതല്ല. അപ്പോൾ ഗെയിമിംഗ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഫോൺ അത്ര ഒരു നല്ല ഫോണല്ല ഗെയിമിങ്ങിന്. അപ്പോൾ ബാക്കി എല്ലാ കാര്യത്തിനും ഒരു അത്യാവശ്യം ഭേദപ്പെട്ട ഫോൺ എന്ന് പറയാം. വളരെ ബെസ്റ്റ് ഫോൺ അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി ഫോൺ എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഓവറോൾ ഒരു ഡീസെന്റ്ലി പെർഫോമിംഗ് ഫോണാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി J7 പ്രൈമിന്റെ അൺബോക്സിങ്ങും ക്വിക്ക് ഓവർവ്യൂവും. അപ്പോൾ ഇത് കൂടാണ്ട് നമ്മൾ വേറെയും കുറേ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടാതെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസും കൂടുതൽ ഡിവൈസസും അടങ്ങിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.